ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കാഴ്ച പരിമിതിയും മറ്റ് ശാരീരിക വെല്ലുവിളികളും നേരിടുന്നവർക്കുള്ള സാങ്കേതിക സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വാളക്കയം സർവോദയ ഗ്രന്ഥശാലയിൽ ആരംഭിച്ച സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാർക്ക് സഹായകമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം അവർക്ക് വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണിതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഗ്രന്ഥശാലയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു. ഇത്തരം പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സ്റ്റുഡിയോ അതാണ് സൂചിപ്പിച്ചത്. കുട്ടികൾക്കായി സഹായ ഉപകരണം നിർമ്മിക്കുന്ന ഒരു ഫാബ്രിക്കേഷൻ എക്കോസിസ്റ്റമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളവിടെ നേരിൽ കണ്ടു. ഇത് വിവിധങ്ങളായ ആശയങ്ങൾ ചേർത്തെടുത്തതും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്സിൽ ആവശ്യമുള്ളതുമാണ്. അതുകൊണ്ടാണിത് സർവോദയ ഗ്രന്ഥശാലയിലേക്ക് എത്തിയത്. നാടിൻ്റെ സഹായവും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമൽജ്യോതി കോളേജ് ഉൾപ്പെടെ അവിടുത്തെ കുട്ടികളുടെയൊക്കെ പിൻബലവും സഹായവും ശാസ്ത്രീയ നിരീക്ഷണവും വീക്ഷണവുമെല്ലാം ഇതിന് സഹായകമായ മാർഗമായി മാറും. സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ബ്രെയിൽ പഠനോപകരണങ്ങൾ കാളകെട്ടി അസീസി സ്കൂൾ ഓഫ് ദ ബ്ലൈൻഡിലെ വിദ്യാർത്ഥികൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. സെന്റ് എഫ്രേംസ് കമ്മ്യൂണിറ്റി, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് കൗൺസിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാഴ്ചപരിമിതിയുള്ള കുട്ടികളെ സഹായിക്കുന്ന ബ്രെയിൽ വിദ്യാഭ്യാസ സാമഗ്രികളുടെയും സഹായ ഉപകരണങ്ങളുടെയും നിർമ്മാണം മേക്കർ സ്റ്റുഡിയോയിൽ നടക്കും. ചടങ്ങിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് കുന്നപ്പള്ളി, KDISC എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോബിൻ ടോമി, ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ് ബാബു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PK ബാബുലാൽ, സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, സർവോദയ ഗ്രന്ഥശാല പ്രസിഡന്റ് സാബു ഫിലിപ്പ്, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ റോയി എബ്രഹാം പഴയപറമ്പിൽ, ഷാജി പാമ്പൂരി, ഫാദർ റെജി മാത്യു വയലുങ്കൽ, ലൗലി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.